നമസ്കാരം, എൻ്റെ പേര് ജോൺ ബ്രിട്ടോ. ഞാൻ ടെക്ജൻഷ്യ സോഫ്റ്റ്വെയർ ടെക്നോളജീസിൽ ജോലി ചെയ്യുന്നു. வணக்கம், என் பெயர் ஜான் பிரிட்டர். நான் எக்ஸான் சாஃப்ட்வேர் டெக்னாலஜியில் வேலை செய்கிறேன். മലയാളം അറിയാത്ത ആളുകൾ കേരളത്തിലെ പൊതുവേദികൾ പ്രസംഗിക്കുമ്പോൾ ഒപ്പം ഒരു പരിഭാഷകനും ഉണ്ടാകാറുണ്ട്. അവരാണ് പ്രസംഗം മലയാളത്തിലേക്ക് തർജ്ജമ ചെയ്യുക. എന്നാൽ ഇനി ആ പരിഭാഷകൻ്റെ ആവശ്യമില്ലെന്നാണ് ആലപ്പുഴ ചേർത്തല ഇൻഫോ പാർക്കിലെ ടെക്ജൻഷ്യ എന്ന കമ്പനി പറയുന്നത്. ഏതു ഭാഷയിൽ സംസാരിച്ചാലും ഇന്ത്യയിലെ 15 ഭാഷകളിലേക്ക് തത്സമയം തർജ്ജമ ചെയ്യാനുള്ള സംവിധാനം ഇവർ ഒരുക്കിക്കഴിഞ്ഞു. ഒരു വലിയ റാലി അഭിസംബോധന ചെയ്യുന്ന അന്യഭാഷക്കാരനായ ഒരു നേതാവ് സംസാരിക്കുമ്പോൾ അത് അവരുടെ നാടൻ ഭാഷയിൽ, ഇപ്പോൾ ഹിന്ദിക്കാരനായ ഒരു നേതാവ് കേരളത്തിൽ വന്ന് സംസാരിച്ചാൽ മലയാളത്തിൽ ഓഡിയൻസ് കേൾക്കുന്ന രീതിയിൽ ഒരു ടൂള് വേണം. അപ്പം നമ്മൾ ചെയ്തതിൻ്റെ ഒരു പകുതി മതി അതിന്. അതായത് ഓഡിയോ മൈക്രോഫോണിൽ നിന്ന് ക്യാപ്ചർ ചെയ്തിട്ട് ആ ഓഡിയോ ഭാഷണിയിലേക്ക് അയച്ച് വേണ്ട ട്രാൻസ്ലേഷൻ നടത്തി തിരിച്ചു കൊണ്ടുവന്ന്, നമ്മൾ വീഡിയോ കോൺഫറൻസിങ് ആകുമ്പോൾ ഇത് മറ്റേ സൈഡിലേക്ക് എത്തിക്കേണ്ടതുണ്ട്. ആ പരിപാടിയൊന്നും വേണ്ട. ഇത് പോഡിയത്തിൽ വെച്ച് തന്നെ ട്രാൻസ്ലേറ്റ് ചെയ്ത് അപ്പം തന്നെ കേൾപ്പിക്കുന്ന ഒരു ട്രാൻസ്ലേറ്ററുടെ അല്ലെങ്കിൽ ഒരു വിവർത്തകൻ്റെ ആവശ്യമില്ലാതെ AI ഉപയോഗിച്ച് ട്രാൻസ്ലേഷൻ നടത്തുന്ന ഒരു ടൂള്. നമ്മളതിനെ പോഡിയം ട്രാൻസ്ലേഷൻ ടൂൾ എന്ന് തന്നെ വിളിക്കുന്നത്. വി കൺസോളിൻ്റെ പേരിൽ തന്നെയാണ് അത് നമ്മൾ നിർമ്മിച്ചു. അത് ഇതിനകം തന്നെ ഉപയോഗിച്ച് തുടങ്ങിയിട്ടുണ്ട് അവർ. പ്രസംഗം മാത്രമല്ല, വീഡിയോ കോൺഫറൻസ്, വെബിനാർ തുടങ്ങിയവയിലും ഈ സംവിധാനം ഫലപ്രദമായി ഉപയോഗിക്കാം. നമസ്കാരം, എൻ്റെ പേര് നീരജ്. नमस्कार, मेरा नाम नीरज है. ഞാൻ ടെക്ജൻഷ്യ സോഫ്റ്റ്വെയർ ടെക്നോളജീസിൽ UI ഡെവലപ്പറായി ജോലി ചെയ്യുന്നു. और मैं सॉफ्टवेयर टेक्नोलॉजी में UIDL के रूप में काम कर रहा हूँ. ഇത്തവണത്തെ ഭാഷണി ചലഞ്ചിൽ നമ്മുടെ സ്ഥാപനത്തിന് വിജയിക്കാൻ സാധിച്ചു. और हमारा संगठन इस बार केंद्र सरकार के ഞങ്ങൾ കൂടുതൽ ടൂളുകൾ ഇതിനകത്ത് ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ഇന്ത്യൻ ലാംഗ്വേജസ് ഉപയോഗിക്കുന്ന ബിസിനസ്സുകൾ ഒത്തിരിയുണ്ട്. ഇന്ത്യൻ ലാംഗ്വേജസിൽ സാധാരണക്കാർ അവരവരുടെ റീജിയണൽ ലാംഗ്വേജസിലാണ് സംസാരിക്കുന്നത്. അങ്ങനെയുള്ള റീജിയണൽ ലാംഗ്വേജിൽ സംസാരിക്കുന്ന കാര്യങ്ങളിൽ നിന്ന് ഇൻസൈറ്റ്സ് എടുത്ത് ബിസിനസ്സുകൾക്ക് പ്രയോജനപ്പെടുന്ന രീതിയിൽ മാറ്റുന്ന ചില ടൂളുകൾ ഞങ്ങളുടെ അണിയറയിൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതോടനെ പുറത്തിറങ്ങും. കേന്ദ്ര സർക്കാർ സംഘടിപ്പിച്ച ഭാഷണി ഗ്രാൻഡ് ഇന്നൊവേഷൻ ചലഞ്ചിൽ 150ഓളം കമ്പനികളുമായി മത്സരിച്ചാണ് ടെക്ജൻഷ്യയുടെ ഈ നേട്ടം. സാധാരണഗതിയിൽ ഇത് നമ്മൾ ചെയ്തിരിക്കുന്നത് ഓഡിയോ പോസ് ഉണ്ടാവുമ്പോൾ, അതായത് സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിനിടയ്ക്ക് ഓഡിയോ പോസ് ഉണ്ടാവുന്നവരെ ഓഡിയോ സ്ട്രീം എടുത്തിട്ട് അത് ഭാഷണിയിലേക്ക് അയച്ച് അതിൻ്റെ ട്രാൻസ്ലേഷൻ എടുക്കുന്നത്. അപ്പോൾ പോസ് ഉണ്ടാവുന്നവരെ ഒരിക്കലും ട്രാൻസ്ലേഷൻ തുടങ്ങില്ല. പോസ് ഉണ്ടായതിന് ശേഷമാണ് ട്രാൻസ്ലേഷന് വേണ്ടി അയക്കുക. അത് തിരിച്ചെത്തിയിട്ടാണ് നമുക്ക് കേൾപ്പിക്കാൻ പറ്റുക. അതിനുള്ള ഒരു സാധാരണ 1 സെക്കൻഡ് മുതൽ 2-3 സെക്കൻഡ് വരെ ഡിലേ ഉണ്ടാവാറുണ്ട്. ഈ മേഖലയിൽ കേന്ദ്ര സർക്കാരുമായുള്ള കരാറും ടെക്ജൻഷ്യക്ക് ലഭിക്കും. 2020 കേന്ദ്ര സർക്കാരിനായി വി കൺസോൾ എന്ന വീഡിയോ കോൺഫറൻസ് ആപ്ലിക്കേഷൻ ടെക്ജൻഷ്യ തയ്യാറാക്കിയിരുന്നു. ഇതിന് 1 കോടി രൂപയാണ് അന്ന് കമ്പനിക്ക് സമ്മാനമായി ലഭിച്ചത്.